ഹലോ ഗൈസ്, കൊമേഴ്സ് ലോഗ്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് റിസർച്ച് മെത്തഡോളജിയിലെ ടൈപ്സ് ഓഫ് റിസർച്ച് ആണ്. ടൈപ്സ് ഓഫ് റിസർച്ചിനെ നമുക്ക് 3 ബേസിസിൽ മെയിനായിട്ട് ക്ലാസിഫൈ ചെയ്യാം. പർപ്പസ്, ഓൺ ദ ബേസിസ് ഓഫ് പർപ്പസ്, എന്തിനു വേണ്ടിയാണ് നമ്മൾ റിസർച്ച് നടത്തുന്നത്. രണ്ടാമതായിട്ട് ഓൺ ദ ബേസിസ് ഓഫ് പ്രോസസ്, എങ്ങനെയാണ് നമ്മൾ റിസർച്ച് നടത്തുന്നത്. മൂന്നാമതായിട്ട് ഓൺ ദ ബേസിസ് ഓഫ് ഔട്ട്കം, എന്തൊരു ഔട്ട്കമാണ് നമ്മുടെ റിസർച്ച് പ്രൊവൈഡ് ചെയ്യുന്നത്. ഈ 3 ബേസിസിലാണ് മെയിനായിട്ട് റിസർച്ചിൻ്റെ ക്ലാസിഫിക്കേഷൻ വരുന്നത്. പിന്നെ ടൈമിൻ്റെ ബേസിലും അങ്ങനെ പല പല ക്ലാസിഫിക്കേഷൻ വേറെയുണ്ട്. ഓക്കെ, നമുക്ക് ഈ ക്ലാസ്സിൽ പർപ്പസിൻ്റെ ബേസിസിലുള്ള റിസർച്ചിൻ്റെ ക്ലാസിഫിക്കേഷൻ പഠിക്കാം. ഓൺ ദ ബേസിസ് ഓഫ് പർപ്പസ്, റിസർച്ച് ഈസ് ക്ലാസിഫൈഡ് ആസ് ഡിസ്ക്രിപ്റ്റീവ്, അനലിറ്റിക്കൽ, എക്സ്പ്ലോറേറ്ററി, ഡയഗ്നോസ്റ്റിക് ആൻഡ് പ്രെഡിക്റ്റീവ്. നമുക്ക് ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഫസ്റ്റ്ലി, ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച്. ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് ഡിസ്ക്രൈബ് ആൻ എക്സിസ്റ്റിംഗ് തിയറി ഓർ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ ഫിനോമിന അറ്റ് പ്രസൻറ്റ്. ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് കറക്റ്റായിട്ട് ഡിസ്ക്രൈബ് ചെയ്ത് എഴുതുന്നു. കൺട്രോൾ ചെയ്യുകയോ ബാക്കി വേരിയബിൾസിനെ കൺട്രോൾ ചെയ്യുകയോ ഒന്നുമില്ല. എങ്ങനെയാണ് ഇപ്പോൾ കാര്യങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്, ഒരു പർട്ടിക്കുലർ ബാങ്ക് അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ഓർഗനൈസേഷൻ എങ്ങനെയാണ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ തിയറി എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നതിന് ആ ഒരു ഓർഗനൈസേഷൻ അഡാപ്റ്റ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ നമ്മൾ ഒബ്സർവ് ചെയ്യുന്ന കാര്യങ്ങൾ ഡിസ്ക്രൈബ് ചെയ്യുവാണ് ഡിസ്ക്രിപ്റ്റീവ് റിസർച്ചിൽ. ഇവിടെ നോ കൺട്രോൾ ഓവർ ദ വേരിയബിളിന് യാതൊരു കൺട്രോളും ചെയ്യുന്നില്ല. എങ്ങനെയാണോ വേരിയബിൾ ആ ഒരു നാച്ചുറലി ഉള്ളത് അങ്ങനെ തന്നെ നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യുവാണ്. ഓക്കെ, ഒൺലി റിപ്പോർട്ട് വാട്ട് ഈസ് ഹാപ്പനിങ് ഓർ ഹാപ്പൻഡ്, എന്താണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ എന്താണ് സംഭവിച്ചു കഴിഞ്ഞത്, പണ്ടെന്താണ് സംഭവിച്ചത്, അത് മാത്രമേ റിപ്പോർട്ട് ചെയ്യുള്ളൂ. അവിടെ റിസർച്ചർ ഒരു വേരിയബിളിനെ കൺട്രോൾ ചെയ്ത് ഈ വേരിയബിൾ ഇങ്ങനെ വന്നാൽ എങ്ങനെ, അങ്ങനെയൊന്നും പറയത്തില്ല. ഇന്ന വേരിയബിൾസ് ഉണ്ട്, അത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, ആ കാര്യങ്ങൾ മാത്രം റിപ്പോർട്ട് ചെയ്യുന്ന റിസർച്ചാണ് ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച്. ഡിസ്ക്രിപ്റ്റീവ് റിസർച്ചിന് ഉപയോഗിക്കുന്ന സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസാണ് ഫ്രീക്വൻസി, ആവറേജ്, വേരിയൻസ്, കോറിലേഷൻ, എക്സെട്ര. ഡേറ്റ കളക്ഷന് വേണ്ടി സർവേ മെത്തേഡ്, ക്വസ്റ്റിനെയർ, കേസ് സ്റ്റഡി ഇതൊക്കെ ഉപയോഗിക്കാറുണ്ട്. ഒരു എക്സാമ്പിളാണ് സ്റ്റഡി ഓൺ കറണ്ട് സ്റ്റേറ്റ് ഓഫ് വർക്ക് ലൈഫ് ബാലൻസിങ് ABC ലിമിറ്റഡ്. ABC എന്ന് പറയുന്ന കമ്പനിയിലെ എംപ്ലോയീസിന് അവരുടെ വർക്കും അവരുടെ പേഴ്സണൽ ലൈഫും എങ്ങനെയാണ് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുന്നത്. അത് ജസ്റ്റ് ഡിസ്ക്രൈബ് ചെയ്യുകയാണ്, വേറെ കൺട്രോൾ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. ജസ്റ്റ് ഡിസ്ക്രൈബ് ചെയ്യുകയാണ് ഇപ്പോൾ എന്താണ് അവരുടെ നിലവിലത്തെ അവസ്ഥ. ഇതാണ് ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച്. എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ എന്താണ് സംഭവിച്ചു കഴിഞ്ഞതെന്ന് ഡിസ്ക്രൈബ് ചെയ്ത് എഴുതുന്നതാണ് ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച്. ഇവിടെ മാത്തമാറ്റിക്കൽ ടൂൾസ് ഉപയോഗിച്ച് തന്നെയാണ് അനാലിസിസ് നടക്കുന്നത്. നെക്സ്റ്റ് വൺ ആണ് അനലിറ്റിക്കൽ റിസർച്ച്. ഇറ്റ് അനലൈസ് കാഷ്വൽ റിലേഷൻ എമോങ് വേരിയബിൾസ് തമ്മിലുള്ള ബന്ധം നോക്കുന്നതാണ്. ഡിസ്ക്രിപ്റ്റീവിൽ ജസ്റ്റ് ഡിസ്ക്രൈബ് ചെയ്യത്തോളായിരുന്നു, ഇവിടെ ബന്ധം നോക്കും. ഈ വേരിയബിൾ ഇവിടെ വന്ന ബാക്കിയുള്ള വേരിയബിൾസിനെ എങ്ങനെ അത് അഫക്റ്റ് ചെയ്യും, അങ്ങനെയുള്ള റിലേഷൻ നോക്കുന്ന സ്റ്റഡിയാണ് അനലിറ്റിക്കൽ റിസർച്ച്. ആൻസർ വൈ ആൻഡ് ഹൗ ക്വസ്റ്റ്യൻ റാദർ ദാൻ ജസ്റ്റ് വാട്ട് ക്വസ്റ്റ്യൻ. ഡിസ്ക്രിപ്റ്റീവ് റിസർച്ചിൽ വാട്ട് ക്വസ്റ്റ്യനുള്ള ആൻസർ, എന്താണ് സംഭവിക്കുന്നത് എന്നുള്ള ആൻസർ ആയിരുന്നു. അനലിറ്റിക്കൽ റിസർച്ചിലോട്ട് വരുമ്പോഴത്തേക്കും എന്തുകൊണ്ട് സംഭവിക്കുന്നു, എങ്ങനെ സംഭവിക്കുന്നു എന്നുള്ള ക്വസ്റ്റ്യൻസും കൂടെ വരും. ഓക്കെ, യൂഷ്വലി യൂസ് സെക്കൻഡറി ഡേറ്റ ഫോർ അനാലിസിസ്. യൂഷ്വലി സെക്കൻഡറി ഡേറ്റ വെച്ചിട്ടാണ് അനലിറ്റിക്കൽ റിസർച്ച് നടത്താറ്. പക്ഷേ പ്രൈമറി ഡേറ്റ വെച്ച് നമുക്ക് വേണമെങ്കിൽ നടത്താം. എന്തൊക്കെയാണ് സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസ് അനലിറ്റിക്കൽ റിസർച്ചിൻ്റെ? റിഗ്രഷൻ അനാലിസിസ്, മൾട്ടിവേരിയേറ്റ് അനാലിസിസ്, ടൈം സീരീസ് അനാലിസിസ്, ഇതൊക്കെയാണ് സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസ് അനലിറ്റിക്കൽ റിസർച്ചിന് ഉപയോഗിക്കുന്നത്. എക്സാമ്പിൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അനലൈസ് ദ റിലേഷൻ ഓഫ് ഡിസ്കൗണ്ട് കൂപ്പൺസ് ഓൺ സെയിൽസ് ഫിഗർ. അപ്പം ഡിസ്കൗണ്ട് കൂപ്പൺ ഇൻട്രൊഡ്യൂസ് ചെയ്തത് വഴി സെയിൽസ് കൂടിയോ കുറഞ്ഞോ. അപ്പോൾ സെയിൽസിൻ്റെ ഡേറ്റ സെക്കൻഡറി ഡേറ്റയായിട്ട് കമ്പനികളിൽ നിന്ന് കിട്ടും. കമ്പനിയിൽ ഓൾറെഡി അവൈലബിൾ ആണ് ഓരോ വർഷത്തെയും സെയിൽസിൻ്റെ ഡേറ്റ. അപ്പോൾ ആ ഡേറ്റ നമ്മൾ കളക്ട് ചെയ്തിട്ട് ഡിസ്കൗണ്ട് കൂപ്പൺസ് വന്നപ്പോൾ സെയിൽസ് കൂടിയോ ഇല്ലയോ എന്ന് നമ്മൾ അനലൈസ് ചെയ്യുന്നു. അങ്ങനെയുള്ള റിസർച്ചുകളാണ് അനലിറ്റിക്കൽ റിസർച്ച്. ഒരു വേരിയബിളും മറ്റൊരു വേരിയബിളും തമ്മിലുള്ള ബന്ധം അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു വേരിയബിൾ മറ്റൊരു വേരിയബിളിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്, അതൊക്കെ പഠിക്കുന്നത് അനലിറ്റിക്കൽ റിസർച്ചിലൂടെയാണ്. നെക്സ്റ്റ് വൺ ആണ് എക്സ്പ്ലോറേറ്ററി റിസർച്ച്. ഡൺ വെൻ ഫ്യൂ ഓർ നോ ഏർലിയർ സ്റ്റഡീസ് ടു റെഫർ ടു. വളരെ കുറച്ച് സ്റ്റഡികൾ മാത്രമേ ഈ ഏരിയയിൽ നടന്നിട്ടുള്ളൂ.
എന്താണ് പഠിക്കേണ്ടതെന്ന് നമുക്ക് കൃത്യമായിട്ട് ഒരു ഐഡിയ ഇല്ല. ഒരു കാര്യത്തെപ്പറ്റി ഒരു ഓവറോൾ ഐഡിയ നമുക്ക് കിട്ടിയാൽ മാത്രമേ നമുക്ക് ബാക്കിയുള്ള സ്റ്റഡി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അങ്ങനെയുള്ള കേസിൽ നമ്മൾ നടത്തുന്നതാണ് എക്സ്പ്ലോറേറ്ററി റിസർച്ച്. ഫോക്കസ് ഈസ് ഓൺ ഗെയിനിങ് ഇൻസൈറ്റ്സ് ആൻഡ് ഫെമിലിയാരിറ്റി ഓഫ് എ റിസർച്ച് പ്രോബ്ലം. ഒരു റിസർച്ച് പ്രോബ്ലത്തെ പറ്റി ഫെമിലിയറൈസ് ആവാൻ വേണ്ടി, അതിനെപ്പറ്റി കൂടുതൽ എല്ലാ തലത്തിൽ നിന്നും കൂടുതൽ ഇൻഫർമേഷൻ കളക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന റിസർച്ചാണ് എക്സ്പ്ലോറേറ്ററി റിസർച്ച്. ഇറ്റ് കോമൺലി യൂസ് അൺസ്ട്രക്ചേർഡ് ഇൻ്റർവ്യൂ വെച്ച്, അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പ്രിപ്പയർ ചെയ്യാത്ത ക്വസ്റ്റ്യൻസ് വെച്ചിട്ട് നമ്മൾ ഇൻഡെപ്ത് ആയിട്ടുള്ള ഇൻ്റർവ്യൂവോ അല്ലെങ്കിൽ ഗ്രൂപ്പ് ഡിസ്കഷനോ ഒക്കെ വഴിയായിട്ടാണ് എക്സ്പ്ലോറേറ്ററി റിസർച്ചിൽ ഡാറ്റ കളക്ട് ചെയ്യുന്നത്. ഇറ്റ് ഗീവ് ഡയറക്ഷൻ ടു ഫ്യൂച്ചർ റിസർച്ച്. എക്സ്പ്ലോറേറ്ററി റിസർച്ചിൽ നിന്നും കിട്ടുന്ന ഇൻഫർമേഷൻ വെച്ചിട്ട് നമുക്ക് ഒരു സ്ട്രക്ചറായിട്ട് ഒരു റിസർച്ച് പ്ലാനൊക്കെ വെച്ചിട്ട് ഒരു റിസർച്ച് ഡിസൈനൊക്കെ വെച്ചിട്ട് ഫ്യൂച്ചറിൽ റിസർച്ച് ചെയ്യാനായിട്ട് പറ്റും. പക്ഷേ എക്സ്പ്ലോറേറ്ററി റിസർച്ചിന് അങ്ങനെ യാതൊരു സ്ട്രക്ചറും പ്ലാനും ഒന്നുമില്ല. അത് നമ്മൾ ജസ്റ്റ് ഒരു ഇൻഫർമേഷൻ ഗ്യാതറിങ്, ഈ ഒരു ഏരിയനെ പറ്റി കൂടുതൽ അറിയാൻ വേണ്ടി നമ്മൾ നടത്തുന്ന റിസർച്ചാണ് എക്സ്പ്ലോറേറ്ററി റിസർച്ച്. ഇറ്റ് ഇൻവോൾവ്സ് ജനറേഷൻ ഓഫ് ന്യൂ ഐഡിയാസ് ആൻഡ് ഹൈപ്പോത്തിസിസ് ബട്ട് ഡസ് നോട്ട് ഇൻവോൾവ് ഇറ്റ്സ് ടെസ്റ്റിംഗ്. പുതിയ ഐഡിയാസ് ജനറേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു ഇങ്ങനെയൊക്കെ ആയിരിക്കും സംഭവിക്കുക എന്നുള്ളൊരു ഹൈപ്പോത്തിസിസ് ഡെവലപ്പ് ചെയ്യുക, ഇതൊക്കെയാണ് എക്സ്പ്ലോറേറ്ററി റിസർച്ചിൽ നടക്കുന്നത്. ഒരിക്കലും ഹൈപ്പോത്തിസിസ് ടെസ്റ്റിംഗ് ഒന്നും എക്സ്പ്ലോറേറ്ററി റിസർച്ചിൽ നടക്കില്ല. എക്സാമ്പിൾ ഐസക് ന്യൂട്ടൺസ് ലോ ഓഫ് ഗ്രാവിറ്റി. ഐസക് ന്യൂട്ടൺ ലോ ഓഫ് ഗ്രാവിറ്റി കണ്ടുപിടിക്കുമ്പോൾ അതായിരുന്നു ആ ഏരിയയിൽ വന്നത് ഫസ്റ്റ് റിസർച്ച്. പിന്നീടാണ് അതിൻ്റെ പല ഡെവലപ്മെൻറ്റ്സും ബാക്കിയുള്ളവർ അതിൻ്റെ വഴിയെ ചെയ്ത് അങ്ങനെയാണ് ആ ഏരിയ ഡെവലപ്പായത്. അപ്പോൾ ഒരു കാര്യത്തെപ്പറ്റി നമ്മൾ ആദ്യമായിട്ട് കണ്ടുപിടിക്കുമ്പോൾ ആ ഒരു റിസർച്ച് എക്സ്പ്ലോറേറ്ററി റിസർച്ച് ആവും. നെക്സ്റ്റാണ് ഡയഗ്നോസ്റ്റിക് റിസർച്ച്. ഹെൽപ്സ് ടു അണ്ടർസ്റ്റാൻഡ് വൈ സംതിങ് ഈസ് ഹാപ്പൻഡ് ഇൻ ദ പാസ്റ്റ്. ഒരു പ്രശ്നം വന്നതിന് ശേഷം മാത്രം അതിൻ്റെ പരിഹാരത്തെപ്പറ്റി പഠിക്കുന്ന ഒരു റിസർച്ചാണ് ഡയഗ്നോസ്റ്റിക് റിസർച്ച്. ഹിയർ റിസർച്ചർ മസ്റ്റ് ബി ഏബിൾ ടു ഡിഫൈൻ ക്ലിയർലി വാട്ട് ഹി വാണ്ട്സ് ടു മെഷർ ആൻഡ് മസ്റ്റ് ഫൈൻഡ് അഡിക്വേറ്റ് മെത്തേഡ്സ് ഓഫ് മെഷറിംഗ് എലോങ് വിത്ത് ക്ലിയർ കട്ട് ഡെഫിനിഷൻ ഓഫ് പോപ്പുലേഷൻ ഹി വാണ്ട്സ് ടു സ്റ്റഡി. ഡയഗ്നോസ്റ്റിക് റിസർച്ച് എന്ന് പറഞ്ഞാൽ അതിൻ്റെ പർപ്പസ് എന്ന് പറയുന്നത് പ്രശ്നത്തിന് പരിഹാരം എന്നാണ്. അപ്പോൾ പ്രശ്നം എന്താണെന്ന് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം, ആരുടെ ഇടയിലാണ് പ്രശ്നമെന്ന് അറിഞ്ഞിരിക്കണം, എന്ത് കാര്യങ്ങൾ പഠിക്കണം എന്ന് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. അങ്ങനെ എല്ലാത്തിനെയും പറ്റിയും കൃത്യമായ ഒരു പ്ലാനോട് കൂടി മാത്രമേ നമുക്ക് ഡയഗ്നോസ്റ്റിക് റിസർച്ച് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ഇറ്റ് ടിപ്പിക്കലി ഇൻവോൾവ്സ് അനലൈസിങ് ഹിസ്റ്റോറിക്കൽ ഡേറ്റ, കണ്ടക്ടിങ് സർവേസ് ആൻഡ് അതർ മെത്തേഡ്സ് ടു ഫൈൻഡ് റൂട്ട് കോസ് ഓഫ് ദ പ്രോബ്ലം. അപ്പോൾ ഹിസ്റ്റോറിക്കൽ ഡേറ്റ, പണ്ട് എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ട്, അതും ഇനി എന്തൊക്കെയായിരിക്കാം പോസിബിൾ സൊല്യൂഷൻ എന്ന രീതിയിലുള്ള ആ ഒരു ഏരിയ കവർ ചെയ്യുന്ന ഇപ്പോഴത്തെ ക്വസ്റ്റിനെയറും രണ്ടും വെച്ചിട്ട് വേണം ഡയഗ്നോസ്റ്റിക് റിസർച്ച് പഠിക്കാൻ വേണ്ടി. ഇപ്പോൾ നമ്മളൊരു ഡോക്ടറിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണെങ്കിൽ പനിയാണെന്ന് വെച്ചാൽ, ഇപ്പോൾ കഴിഞ്ഞ 2 ദിവസം എന്തൊക്കെയായിരുന്നു നമ്മുടെ സിംറ്റംസ്, ഹിസ്റ്റോറിക്കൽ ഡേറ്റ പ്ലസ് ഏതൊക്കെ മരുന്നിന് അലർജി ഉണ്ട്, അല്ലെങ്കിൽ ഏതൊക്കെ മരുന്ന് കഴിച്ചാൽ പനി മാറാതിരുന്നിട്ടുണ്ട്. ഇപ്പോൾ ചിലർക്ക് ചില മരുന്നൊന്നും അങ്ങേക്കില്ല. അങ്ങനെയുള്ള ഇൻഫർമേഷൻസും ഇപ്പോഴത്തെ ഇൻഫർമേഷൻസും കൂടെ വെച്ചിട്ടാണ് ഒരു ഡോക്ടർ ഒരു മരുന്ന് പ്രിസ്ക്രൈബ് ചെയ്യുന്നത്. സിമിലർലി നമ്മൾ കമ്പനികളുടെ കേസിലൊക്കെ നടത്തുമ്പോഴും പാസ്റ്റ് ഡേറ്റയും ഇപ്പോഴത്തെ ആ ഒരു കറണ്ട് സിറ്റുവേഷനെ പറ്റിയുള്ള ഡേറ്റയും രണ്ടും കളക്ട് ചെയ്തിട്ട് നമ്മൾ ഇന്ന പ്രശ്നത്തിന് ഇന്നതായിരിക്കും സൊല്യൂഷൻ എന്ന് പറഞ്ഞ് ഒരു റിസർച്ച് ഔട്ട്കം കൊണ്ടുവരും. ഓക്കെ, എക്സാമ്പിൾ എന്താണ്? എ സ്റ്റഡി ടു ഫൈൻഡ് കോസസ് ഓഫ് ഹൈ ടേൺ ഓവർ ഇൻ AMC ലിമിറ്റഡ് ഇൻ പാസ്റ്റ് 2 years. കഴിഞ്ഞ 2 വർഷമായിട്ട് AMC എന്ന് പറയുന്ന കമ്പനിയിലെ എംപ്ലോയീസ് ഭയങ്കരമായിട്ട് പിരിഞ്ഞു പോവുകയാണ്. അതാണ് നമ്മുടെ പ്രോബ്ലം. എന്തായിരിക്കും അതിൻ്റെ കാരണം, എന്താണ് അതിൻ്റെ പരിഹാരം? അതിനൊരു പരിഹാരം കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ ഡയഗ്നോസ്റ്റിക് റിസർച്ച് നമുക്ക് നടത്താം. നെക്സ്റ്റ് റിസർച്ചാണ് പ്രെഡിക്റ്റീവ് റിസർച്ച്. പേരിൽ തന്നെയുണ്ട്, പ്രെഡിക്റ്റ് ചെയ്യുന്നു. ഇറ്റ് പ്രെഡിക്ട്സ് വാട്ട് ഈസ് മോസ്റ്റ് ലൈക്ലി ടു ഹാപ്പൻ ഇൻ ഫ്യൂച്ചർ. ഫ്യൂച്ചറിൽ എന്തായിരിക്കാം സംഭവിക്കാൻ ഏറ്റവും കൂടുതൽ സാധ്യത, അത് നമ്മൾ കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന റിസർച്ചാണ് പ്രെഡിക്റ്റീവ് റിസർച്ച്. ഇറ്റ് പ്രെഡിക്റ്റ് ട്രെൻഡ്സ് ബേസ്ഡ് ഓൺ ഹിസ്റ്റോറിക്കൽ പാറ്റേൺ. പണ്ടത്തെ ഒരു പാറ്റേൺ ഒക്കെ വെച്ചിട്ട്, ആ ഒരു പാറ്റേൺ കാണുമല്ലോ, ആദ്യം ഇപ്പം കൺസംഷൻ്റെ ആൾക്കാരുടെ സ്വർണം വാങ്ങുന്ന ട്രെൻഡാണെങ്കിൽ ഇങ്ങനെ കൂടി വരുമ്പോൾ പെട്ടെന്നൊരു ഇടിവ് വരും, പിന്നെയും കൂടും. മൊത്തത്തിൽ ഓവറോൾ നോക്കുമ്പോൾ ഒരു റൈസിങ് ട്രെൻഡ് ആയിരിക്കും, പക്ഷേ ഇടയ്ക്ക് ഏറ്റക്കുറച്ചിലുകളൊക്കെ വരും. അങ്ങനെ പോകുന്ന ആ ഒരു ട്രെൻഡ് ഉണ്ടല്ലോ,
അതുപോലെ ഹിസ്റ്റോറിക്കൽ പാറ്റേൺ ഒക്കെ നോക്കി ഫ്യൂച്ചറിൽ എങ്ങനെയായിരിക്കും എന്ന് പ്രെഡിക്റ്റ് ചെയ്യുന്നതാണ് പ്രെഡിക്റ്റീവ് റിസർച്ച്. ഓക്കെ, ഇറ്റ് ഓഫൺ ഇൻവോൾവ്സ് യൂസിങ് സ്റ്റാറ്റിസ്റ്റിക്കൽ ആൻഡ് മെഷീൻ ലേണിംഗ് ടെക്നിക്സ് ടു ബിൽഡ് പ്രഡിക്റ്റീവ് മോഡൽസ് ബേസ്ഡ് ഓൺ പാസ്റ്റ് ഡേറ്റ. പാസ്റ്റ് ഡേറ്റയെ വെച്ച് ഈ പ്രഡിക്റ്റീവ് മോഡൽ നമ്മൾ ജസ്റ്റ് ഗ്രാഫ് നോക്കി പ്രഡിക്റ്റ് ചെയ്യുന്ന മെത്തേഡല്ല, സ്റ്റാറ്റിസ്റ്റിക്കൽ ആൻഡ് മെഷീൻ ലേണിംഗ് ടെക്നിക്സ് അതിലുണ്ട്. ആ മോഡലൊക്കെ വെച്ചിട്ടാണ് നമ്മൾ പ്രഡിക്ഷൻ നടത്തുന്നത്. പ്രഡിക്റ്റീവ് റിസർച്ചിൻ്റെ എക്സാമ്പിൾ എന്താണ്? എക്സ്പെക്റ്റഡ് സെയിൽ ഇൻ നെക്സ്റ്റ് ഇയർ ഈസ് പ്രഡിക്റ്റഡ് ബേസ്ഡ് ഓൺ പാസ്റ്റ് 10 ഇയർ സെയിൽ. അപ്പോൾ പർപ്പസിൻ്റെ ബേസിസിലുള്ള ക്ലാസിഫിക്കേഷൻ ഓഫ് റിസർച്ച് നിങ്ങൾക്ക് മനസ്സിലായെന്ന് തോന്നുന്നു. ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് ജസ്റ്റ് ഡിസ്ക്രൈബ് ചെയ്യുന്നു, അനലിറ്റിക്കൽ റിസർച്ച് അനലൈസ് ചെയ്യുന്നു റിലേഷന്, എക്സ്പ്ലോറേറ്ററി ആണെങ്കിൽ നമുക്ക് ഒരു ഐഡിയ ഇല്ലാത്തപ്പോൾ ജനറൽ ആയിട്ടൊരു ഐഡിയ ഗെയിൻ ചെയ്യാൻ വേണ്ടി നടത്തുന്നു. ഡയഗ്നോസ്റ്റിക് ഒരു പ്രശ്നം വന്നു കഴിഞ്ഞ് അതിന് പരിഹാരം കണ്ടെത്താൻ വേണ്ടി നടത്തുന്നു. പ്രഡിക്റ്റീവ് പണ്ടത്തെ ഒരു പെർഫോമൻസ് ഒക്കെ വെച്ച് ഫ്യൂച്ചർ പ്രഡിക്റ്റ് ചെയ്യാനായിട്ട്. അപ്പം ഇതിലേതെങ്കിലുമൊക്കെ ഒരു പർപ്പസിന് വേണ്ടിയായിരിക്കും യൂഷ്വലി എല്ലാ റിസർച്ച് നടത്തുന്നത്. സോ ഓൺ ദ ബേസിസ് ഓഫ് പർപ്പസ് 5 ക്ലാസിഫിക്കേഷനാണ്: ഡിസ്ക്രിപ്റ്റീവ്, അനലിറ്റിക്കൽ, എക്സ്പ്ലോറേറ്ററി, ഡയഗ്നോസ്റ്റിക്, പ്രഡിക്റ്റീവ്. ഒക്കെ എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.